ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മാളവികയാണെങ്കിൽ ഡേവിഡിൻ്റെ വിശ്വാസമൊക്കെ നേടിയെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനുശേഷം ഡേവിഡിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ചൂഴ്ന്നെടുക്കുകയാണ് ചെയ്യുന്നത് മാളവിക. അങ്ങനെ ചൂഴ്ന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഡേവിഡ് ഒന്നും തന്നെ അങ്ങനെ വിട്ടു തുറന്നു പറയുന്നില്ല. ഡേവിഡ് പറയുന്നുണ്ട് താൻ തന്നെയായിരിക്കും ഈ AM ജ്വല്ലറിയുടെ MD, ഇനിയിപ്പോൾ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് താൻ എത്തുമെന്നൊക്കെ. അവിടെയും ഡേവിഡിൻ്റെ ഒരു ചതി മാളവികയ്ക്ക് മനസ്സിലാകുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ഡേവിഡിന് മുകളിലുള്ള ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സകല സമയവും ഡേവിഡിനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മാളവിക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡേവിഡ് നാഗേന്ദ്രയും അവന്തികയും കാണാൻ വേണ്ടിയിട്ട് ഹോട്ടൽ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് ഇവർ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ആ പുറകെ തന്നെ പോവാണ് കേട്ടോ നമ്മുടെ മാളവിക. അങ്ങനെ ചെല്ലുമ്പോഴേക്കും കണ്ടെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവന്തികയും നാഗേന്ദ്രയും ഡേവിഡുമായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മാളവിക മനസ്സിലാകാണ് ഡേവിഡ് അല്ല AM ജ്വല്ലറിയുടെ MD എന്നും അതിന് പിന്നിൽ നാഗേന്ദ്രയാണെന്നും പിന്നെ അതുപോരാത്തതിന് അനന്തപുരിയിലെ തന്നെ കൊച്ചുമോളായ അവന്തികയും ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞെട്ടലോടെ മനസ്സിലാക്കുകയാണ് നമ്മുടെ മാളവിക. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മാളവികയും ഡേവിഡും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാം. അപ്പോൾ ഡേവിഡ് മാളവികയോട് ഭയങ്കരമായിട്ട് അടുത്തിരിക്കുകയാണ്. സ്വന്തം മോളെപ്പോലെ തന്നെ ഞങ്ങൾ കണ്ടോളാം, അതുകൊണ്ട് തന്നെ മാളു എന്ന് വിളിച്ചോളാം എന്നൊക്കെ ഡേവിഡ് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഡേവിഡിൻ്റെ അടുത്തേക്ക് മാളവിക കുറച്ച് ഡിസൈനുകളായിട്ട് ചെല്ലുകയാണ്. അപ്പം ഡേവിഡ് ചോദിക്കുന്നുണ്ട്, എന്താ മാളു വിഷുവിനുള്ള പുതിയ ഡിസൈൻസൊക്കെ ആയോ എന്ന് ചോദിക്കുക. അപ്പം മാളവിക പറയണ, അതെ ഞാൻ 2-3 ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സാറൊന്ന് നോക്കിക്കേന്ന് പറയാം. അപ്പോൾ ഉടനെ ഡേവിഡ് പറയാം, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലും ഒന്നും എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല, അതൊക്കെ എൻ്റെ മുകളിലുള്ള വേറെ ചിലരാണ് തീരുമാനിക്കുന്നത്, എന്നാൽ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ മാളവിക ചോദിക്കുകയാണ്, അപ്പോൾ സാറിൻ്റെ മേളിലും ജ്വല്ലറിയിൽ ആളുണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ ഡേവിഡ് പറയുന്നുണ്ട്, എൻ്റെ മുകളിൽ നിന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ താമസിക്കാതെ AM ജ്വല്ലറിയുടെ സകല സ്വത്തുകളും എൻ്റെ കയ്യിലാവും, ഞാൻ തന്നെ പൂർണ്ണമായിട്ടും ഈ AM ജ്വല്ലറിയുടെ MDയുമായി മാറുമെന്ന് പറയാണ്. അപ്പോൾ മാളവിക ചോദിക്കുക, അതെന്താ സാറേ അങ്ങനെയൊരു പറച്ചിൽ, സാറപ്പോൾ സാറിൻ്റെ മുകളിലുള്ളവരെ പറ്റിക്കാൻ പോവാണോ, ഇതെല്ലാം സാറ് ഒറ്റയ്ക്ക് വെട്ടിയെ പിടിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പം ഡേവിഡിനോട് ഞെട്ടൽ തോന്നുകയാണ് കേട്ടോ. ഡേവിഡിൻ്റെ ഉള്ളിലുള്ള ആ ആഗ്രഹം ഡേവിഡ് അങ്ങ് പറഞ്ഞതാണ്, കാരണം എങ്ങനെയെങ്കിലും ഇത് നേടിയെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി. അങ്ങനെ പറയുമ്പോഴേക്കും ഡേവിഡ് പറയാണ്, അല്ല മാളവിക അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനെ എൻ്റെ മുകളിലുള്ളവരെ ഒന്നും തോൽപ്പിച്ചിട്ട് ഒന്നും വെട്ടിപ്പിടിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നെ ഈ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗം അതെനിക്കും വേണമെന്നുണ്ട്, പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ പുതിയ ബ്രാഞ്ചിലേക്ക് ഒരു പുതിയ മാനേജർ വരികയാണ്, അതുപോലെ തന്നെ ഈ കമ്പനികൾക്ക് ഒരു പുതിയ MD കൂടി വരും എന്ന് പറയുമ്പോൾ മാളവിക ചോദിക്കുക, അങ്ങനെ ഒരാളോ, അതാരാ, അല്ല നമ്മുടെ അടുത്ത ബ്രാഞ്ച് ഉദ്ഘാടനമാണല്ലോ, ആ സമയത്ത് മാളവികയ്ക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും, അപ്പോൾ അതാരാ സാറേ ആ പുതിയ ആളെന്ന് ചോദിക്കുമ്പം ഡേവിഡ് പറയണേ, ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ മാളവികയോട് സംസാരിച്ചു, അത്രയൊന്നും ആവശ്യമില്ല, അത് പല രഹസ്യങ്ങളും കമ്പനിയുടേതായിട്ട് പുറത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ മാളവിക പറയുക, അല്ല സാറിൻ്റെ മോളെപ്പോലെ എന്നെ കണ്ടേന്ന് പറഞ്ഞു, ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി എന്നെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തപ്പം ചില കാര്യങ്ങൾ ചോദിച്ചതേ ഉള്ളൂ, ഇനിയിപ്പോൾ അതൊക്കെ തെറ്റായിപ്പോയെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം, അപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ പുതിയ ബ്രാഞ്ചിലേക്ക് പുതിയ മാനേജർ എത്തല്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ മാളവിക അത്രയൊക്കെ വിവരങ്ങൾ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഡേവിഡ് ചോദിക്കുക, മാളവികയ്ക്ക് മോഡലിങ്ങിലൊക്കെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ മാളവിക പറയാണ്, അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്, ഞാനൊരു ഡിസൈനറാണ് എന്ന് പറയാണ്. അല്ല മാളവികയ്ക്ക് കഴിവും അതുപോലെ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ, AM ജ്വല്ലറിയുടെ മോഡലായിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ മാളവിക പറയും, അയ്യോ സാർ എനിക്ക് മോഡലിങ്ങിലൊന്നും വലിയ താല്പര്യമില്ല, അതിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല, എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന ഈ ഡിസൈനിങ്ങാണ്, അത് ഭംഗിയായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് സാർ എന്ന് പറയാണ്. അപ്പോൾ അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ, താല്പര്യമുണ്ടെങ്കിൽ AM ജ്വല്ലറിയുടെ മോഡൽ കൂടി മാളവികയ്ക്കാകാം എന്ന് പറയുമ്പം മാളവിക ചോദിക്കുന്നുണ്ട്, ഇപ്പം AM ജ്വല്ലറിക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടല്ലോ, അതും മൂർത്തീസ് ജ്വല്ലറിയിലെ നിന്ന് തന്നെ കൊത്തിയെടുത്തതല്ലേ സാറേ, അനന്തപുരിയിലെ കൊച്ചുമോളല്ലേ ആ നവ്യ,
നവ്യയല്ലേ ഇപ്പം നമ്മുടെ മോഡല്, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം കൂടി ഉണ്ടോ സാറേ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അതെ നവ്യയാണ് മോഡൽ, അവളുടെ കഴിവൊന്നും കണ്ടിട്ടൊന്നും എടുത്തതൊന്നും അല്ല, നമ്മൾ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. അത് മൂർത്തീസ് ജ്വല്ലറിയിലെ കൊച്ചുമോളാണെന്നും ആ കുടുംബത്തിലെ ഒരംഗമാണെന്നും ഈ AM ജ്വല്ലറിയിലെ മോഡൽ എന്നറിയുമ്പം ആൾക്കാർക്ക് ആ ജ്വല്ലറിയോടുള്ള വിശ്വാസ്യത പോയിക്കൊണ്ടിരിക്കില്ലേ? അതിനു വേണ്ടി കളിച്ച ഒരു കളിയാ, അല്ലാതെ നവ്യയ്ക്ക് വലിയ കഴിവും ഒന്നുമില്ല എന്ന് പറയുക. പാവന്തി ഉടനെ മാളവിക പറയുന്നുണ്ടേ, എനിക്ക് മോഡലിംഗ് താല്പര്യമില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാളവികയും മോഡലിംഗ് ചെയ്യാം, ജ്വല്ലറിയിലൂടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയല്ലേ എന്ന് പറയുമ്പോൾ മാളവിക പറയാണ്, ശരിയാ സാറേ, അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചതിന് ശേഷം സാറിനോട് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഈ ഡിസൈനുകളൊക്കെ ഒന്ന് നോക്കി പറഞ്ഞതെന്ന് പറയുമ്പം ഉടനെ ഡേവിഡ് പറയാണ്, അത് ഞാൻ പറയാം, ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവർക്ക് ഞാൻ ഇതെല്ലാം അയച്ചു കൊടുത്ത് അവരിതെല്ലാം കണ്ടതിന് ശേഷം പറയും മാളവികയോടെന്ന് പറയാണ്. അപ്പം മാളവിക പറയുന്നുണ്ട്, ശരി സാർ, എന്നാൽ ഞാൻ പോട്ടെ, നയനാസ് കളക്ഷനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൂട്ടണ്ടേ എന്ന് പറയുമ്പം പിന്നെ വേണ്ടേ, നയന ഇപ്രാവശ്യം വലിയ രീതിയിലൊന്നും രംഗത്തിറങ്ങാൻ പോകുന്നില്ല, കാരണം അവൾ പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷനൊന്നും മൂർത്തീസ് ജ്വല്ലറി കാണുകയില്ലായിരിക്കും എന്ന് പറയാണ്. ശരി, നമുക്ക് ഇപ്രാവശ്യം മാർക്കറ്റിൽ ഒന്നാമതാകണം എന്ന് അവന്തികയും പറയുക. അങ്ങനെ പോവാണ് കേട്ടോ മാളവിക. അതിനൊക്കെ ശേഷം ആദർശിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട് മാളവിക. അപ്പോൾ ആദർശിനോട്ട് പറയാണ്, സാറ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അവിടെ കയറിയതെങ്കിലും ഇപ്പോൾ ഡേവിഡ് എനിക്കൊരു മോഡലിങ്ങിൻ്റെ അവസരം കൂടി തന്നിരിക്കുകയാണ്, AM ജ്വല്ലറിയുടെ മോഡലാകുന്നു എന്ന് എന്നോട് ചോദിച്ചു എന്ന് പറയാം. അപ്പം ആദർശ് പറയാണ്, ഇത് കൊള്ളാമല്ലോ, അത് നല്ലൊരു അവസരമാണല്ലോ മാളവികയ്ക്ക്, നമ്മൾ കഷ്ടിച്ചൊരു ഡിസൈനറെ അവിടെ കയ്യിൽ കൂട്ടാൻ പരിശ്രമിച്ചപ്പോൾ ഇപ്പോൾ മോഡലായിട്ട് കൂടി ശ്രമിക്കുകയാണോ? അപ്പോൾ ആ നവ്യ അവിടെ ഇല്ലേ, നവ്യയല്ലേ അവരുടെ മോഡലെന്ന് പറയാം. അതെ സാർ, നവ്യയാണ് അവരുടെ മോഡൽ, ഞാൻ ചോദിക്കുകയും ചെയ്തു, നവ്യയല്ലേ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന്. അപ്പോൾ പിന്നെ ഇനി ഒരു പുതിയ മോഡലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം അയാൾ പറയുകയാണ്, നവ്യയ്ക്ക് വലിയ കഴിവും ഗുണമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല നവ്യയെ മോഡലാക്കി വെച്ചിരിക്കുന്നത്, അനന്തപുരി തറവാടിനോടും മൂർത്തീസ് ജ്വല്ലറിയോടുമുള്ള പക വീട്ടാൻ വേണ്ടിയിട്ടാണെന്ന്, അവരെ കൊച്ചാക്കി കാണിക്കാനാണെന്ന്. നവ്യ ജ്വല്ലറിയുടെ മോഡലായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് കോടികളുടെ ലാഭമാണ് ഉണ്ടാകുന്നതെന്ന്. അതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, മൂർത്തീസ് ജ്വല്ലറിയോട് ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അനന്തപുരി തറവാടിനോട് ശത്രുതയുള്ള ആരോ ഇതിൻ്റെ പിന്നിലുണ്ട് സാറേ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടുണ്ട്, ഈ ഡേവിഡ് അവിടെ ഒന്നുമല്ല, ഡേവിഡിൻ്റെ പുറകിൽ ഒരാളുണ്ട്, ഡേവിഡിൻ്റെ കോളുകൾ കൂടുതലും പോകുന്നത് എക്സ് എന്ന് പറയുന്ന ആ നമ്പറിലേക്കാണ്, എക്സ് ആരാണെന്ന് കണ്ടെത്തുകയാണല്ലോ മാളവിക നമ്മുടെ ലക്ഷ്യം എന്ന് പറയാണ്. മാളവിക പറയുന്നുണ്ട്, ഈ രീതിയിൽ പോയാൽ അധികം താമസിക്കാതെ ഞാൻ എക്സ് കണ്ടെത്തും സാർ, ഡേവിഡ് വഴി തന്നെ ഞാൻ എത്തും. ഇപ്പം ഡേവിഡിന് എന്നെ നല്ല വിശ്വാസമാണ്, ഒരു മകളെപ്പോലെ എന്നെ കാണുന്നതെന്ന് വെച്ച് എന്നെ മാളു എന്നൊക്കെയാണ് അയാൾ വിളിക്കുന്നത്, ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ തുറന്നു പറയുന്നുണ്ട്. എന്നാലും മുകളിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് തുറന്നു പറയാൻ ഡേവിഡ് ഇതുവരെ പ്രാപ്തനായിട്ടില്ല. പക്ഷേ അയാളെ ഞാൻ 24 മണിക്കൂറും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ സംസാരവും ഫോൺ കോളുകളും യാത്രകളും ഒക്കെ എനിക്ക് ഒരുപാട് വൈകാതെ തന്നെ അതിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വെൽഡൻ മാളവിക, നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ എത്തിപ്പെടാൻ നമുക്ക് പറ്റണമെന്ന് പറയുക. അങ്ങനെ മാളവിക അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ അനിയാണ് കാണിക്കുന്നത്. അനിക്കാണെങ്കിൽ ആകെ മൊത്തം ടെൻഷനും വിഷമവും ഒക്കെയാണ് കേട്ടോ. നന്ദു ആണെങ്കിൽ അനിയോട് വീണ്ടും പിണങ്ങിയിരിക്കുകയാണ്. അനിയുടെ ഓഫീസിലേക്ക് ചെന്ന നന്ദുവിനെ ഓഫീസിൽ കയറ്റി വിടാതിരിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ നന്ദുവും തിരിച്ചൊരു പണി അനിക്കിട്ട് കൊടുത്തിരിക്കുകയാണ്. നന്ദുവിൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന അനിയെ കയറി കാണാനായിട്ട് അനുവദിക്കുന്നില്ല. അവിടെ ആ ASIയോട് പറയുന്നുണ്ട് ആ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല എന്ന്. അങ്ങനെ അനിയും ഭയങ്കര വിഷമത്തോടു കൂടി മടങ്ങാണ്. അനിയുടെ മനസ്സിൽ നല്ല വിഷമം തോന്നുക. അനി പറയുന്നുണ്ട്, ആ സമയത്ത് എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, ഞാൻ അവളോട് ചെയ്തത് തെറ്റായിപ്പോയി, അവൾ അതിന് എന്നോട് പകരം വീട്ടിക്കൊണ്ടിരിക്കുക, എന്നോട് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുക, ആകെപ്പാടെ മനസ്സിൽ ഒരു സംഘർഷാവസ്ഥയാണ്. ഇതൊക്കെ ഏത് സമയം കലങ്ങി തിരിഞ്ഞ് നേരെയാകുമെന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിലൂടെ ആ നവീൻ, അവൻ്റെ വിവാഹാലോചന എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അതുപോലെ ജ്വല്ലറിയിലെ കാര്യങ്ങൾ പോലും ശരിക്കും നോക്കാൻ ഇപ്പം എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ആദർശേട്ടൻ ഇരുന്ന ആ കസേരയിലേക്ക് എന്നെ പിടിച്ചിരുത്തിയിട്ടിപ്പോൾ അതൊരു വല്ലാത്ത പൊല്ലാപ്പായി. അവിടെ ഇപ്പം എന്താ നടക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. അച്ഛനും ഇളയച്ഛനും അങ്ങനെ എല്ലാവരും എന്നോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ടെങ്കിലും ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ.
അതേസമയം നമ്മുടെ നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൻ വന്നിട്ട് പോയി, അങ്ങനെ തന്നെ വേണം, അവൻ എന്നോടും അങ്ങനെ തന്നെയാണ് ചെയ്തത്, അതിൻ്റെ ബുദ്ധിമുട്ട് അവനും ഒന്ന് മനസ്സിലാക്കട്ടെ. അന്ന് ആ രാത്രിയിൽ നവീനേട്ടൻ യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തുകയും കേക്ക് മുറിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാനൊരല്പം താമസിച്ചു പോയി. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവനാണെങ്കിൽ മനസ്സിലാക്കില്ലായിരുന്നു. അത്രയും ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് പോയി. അതിനുശേഷം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയോ കാണാൻ സമ്മതിക്കുകയോ ചെയ്തില്ല. അങ്ങനെ തന്നെ ഞാനും തിരിച്ചു ചെയ്യും എന്ന് നന്ദുവും വിചാരിക്കാൻ കേട്ടോ. അതിനൊക്കെ ശേഷം നന്ദു ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ട് വരികയാണ് നമ്മുടെ നവീന്. അപ്പോൾ ഈ വണ്ടിയിൽ നന്ദു പോകുമ്പം നന്ദുവിൻ്റെ അടുത്ത് തന്നെ വന്ന് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ പോവാ നന്ദു എന്ന് ചോദിക്കുമ്പോൾ നവീനെ കാണുമ്പോൾ നന്ദുവിന് എന്തോ ഒരു വല്ലായിക തോന്നുക. പെട്ടെന്ന് തന്നെ നന്ദു പറയുന്നുണ്ട്, അത് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകണമായിരുന്നു, അതുകൊണ്ടാണ് നവീനേട്ടാ, നമുക്ക് പിന്നെ കാണാമെന്ന് പറയാണ്. അപ്പം നവീൻ പറയുന്നുണ്ട്, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോവല്ലേ, ഞാൻ കൂടെ വന്നെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല എന്തേ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാണ്, ഏയ് വേണ്ട നവീനേട്ടാ, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറയാം. അപ്പം നവീൻ പറയും, എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, ഇതൊക്കെ ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ് ഈ അന്വേഷണമൊക്കെ, അതുകൊണ്ട് ഞാൻ കൂടി നന്ദുവിൻ്റെ കൂടെ വരാം, വെറുതെ ബോറടിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, വേണ്ട നവീനേട്ടാ, അല്ല ഞാനും കൂടി വരാം എന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ ബൈക്കിന് പുറകിൽ നവീൻ കൂടി കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ ഒരു ചെറിയ കശപിശയും ബഹളവും ഒക്കെ കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നന്ദു വണ്ടി നിർത്തുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പം കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തെ ചെറിയ ഗുണ്ടകൾ തമ്മിൽ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു അങ്ങോട്ട് ചെന്നിട്ട് ഇടപെടുന്നുണ്ട്. നന്ദു ചെന്ന് ഇടപെടുമ്പോൾ നന്ദുവിനെ അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. യൂണിഫോമിലല്ലാത്തത് കൊണ്ട് തന്നെ അവർ നന്ദുവിനെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട്. ഒരു പെണ്ണ് എന്ന രീതിയിൽ കളിയാക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പം നല്ല അടി കൊടുക്കുകയാണ് നന്ദു. അപ്പോഴേക്കും ആ കൂട്ടത്തിൽ ഒരുത്തൻ നോക്കുമ്പോൾ മനസ്സിലാകുകയാണ് കേട്ടോ നന്ദുവാണ് എസ് എന്ന്. ഉടനെ തന്നെ അവൻ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നുണ്ട്, അത് ആ പെണ്ണ് ഒരു പോലീസുകാരിയാണ്, അവൾ ഈ സ്റ്റേഷനിലെ എസ് ആണ് എന്ന് പറയാണ്. അപ്പോൾ അവന്മാർ പറയുന്നുണ്ട്, എസ് ഐയോ, അതെ എസ് ഐ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവർ വണ്ടിയൊക്കെ എടുത്തിട്ട് ഓടിപ്പോവാണ്, നന്ദുവിനെ അങ്ങ് തള്ളിയിട്ടതിന് ശേഷം. അങ്ങനെ നന്ദു മറിഞ്ഞ് വീഴുകയാണ്. നന്ദുവിൻ്റെ കൈയുടെ മുട്ട് ചെന്ന് നിലത്തിടിച്ചിട്ട് കയ്യിലെ തൊലി അങ്ങ് പോയി കുറച്ച് ബ്ലഡൊക്കെ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്ന കാണുമ്പം നവീൻ പിടിച്ചെണ്ണീപ്പിക്കുകയാണ് കേട്ടോ നന്ദുവിനെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദു അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നു, എന്താ പറ്റി, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഇത് ഹോസ്പിറ്റലിൽ പോകാനുള്ള കേസൊന്നുമില്ല എന്ന് പറയാം. അപ്പോഴും നവീൻ നിർബന്ധിക്കുകയാണ്, ഇല്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡെങ്കിലും ചെയ്യാം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനായിട്ട് ഒരു തുണിയെടുത്ത് നന്ദുവിൻ്റെ കൈയൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നന്ദുവിനോട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാം. അങ്ങനെ വണ്ടി നവീൻ ഓടിക്കുകയാണ്. നന്ദുവിനെ പുറകിലിരുത്തിക്കൊണ്ട് നവീൻ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്താണ് അതുവഴി അനി കടന്നു പോകുന്നത്. അനി കടന്നു പോകുമ്പോഴേക്കും കാണുന്നത് നവീൻ്റെ വണ്ടിയുടെ പുറകിൽ നന്ദു ഇരുന്ന് പോകുന്നതാണ്. ഒരു നിമിഷം അനി അവിടെ വണ്ടി നിർത്തുമ്പം അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് എവിടേക്കോ പോകുന്നതായിട്ട് അനിക്ക് തോന്നുക. അപ്പോൾ അനിയുടെ മനസ്സിൽ വീണ്ടും തെറ്റിദ്ധാരണ ജനിക്കുകയാണ് കേട്ടോ. അനി മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനൊന്ന് കാണാൻ വന്നിട്ട് കാണാൻ പോലും അവൾക്ക് നേരെയില്ലായിരുന്നു. ആ സമയത്ത് ഓഫീസിൽ ഒരു 100 കൂട്ടം പണിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ ഇത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുകയും നവീനുമായിട്ട് കറങ്ങി നടക്കുകയും ചെയ്യുകയാണല്ലോ. ഇതാണിപ്പോൾ ഇവളുടെ പരിപാടി. പല സമയത്തും ഇപ്പം എന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അന്നാ പിറന്നാളിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അന്ന് നവീൻ വന്ന് അവൾക്ക് മോതിരം കൊടുക്കുകയും അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് അവളുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും. അതിനുശേഷം അവൾക്ക് എന്നോടൊരു അകൽച്ചയുണ്ട്. ഇന്നും ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ കാണാൻ അനുവദിച്ചില്ല. ഫോണാണെ അറ്റച്ച് ചെയ്യുന്നുമില്ല. അതിനുശേഷം 100 കൂട്ടം പണിയുണ്ടെന്ന് പറഞ്ഞ നന്ദു ഇപ്പാണ്ടാ നവീൻ്റെ പുറകെ കറങ്ങി നടക്കുന്നു. നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെയൊന്നുമല്ല, നവീൻ പറഞ്ഞതുപോലെ തന്നെ അവൻ കാര്യമാക്കി. ഇപ്പോൾ നന്ദു എന്നെ ഒഴിവാക്കുകയാണ്. അവൾ ഏത് സമയവും നവീൻ്റെ കൂടെ തന്നെയാണ്. ഇതൊക്കെ എൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ഞാൻ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മനസ്സിലായി, തെറ്റിദ്ധാരണയല്ല, നന്ദു എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോവാണ്. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, നവീനെ മനസ്സിലാക്കണം. നവീനോട് ഇനിയും സത്യങ്ങൾ തുറന്ന് പറയാതിരുന്നിട്ട് കാര്യമില്ല എന്നിങ്ങനെ അനി വിചാരിക്കുക. എന്നിട്ട് അനി തന്നെ വിചാരിക്കുകയാണ്, ഞാനെങ്ങനെ നവീനോട് ഇനി സത്യങ്ങൾ തുറന്ന് പറയും? അവൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ലല്ലോ. നന്ദുവിന് ഇനി നവീനോട് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇത് തുറന്നു പറയും? അവർ തമ്മിൽ ചേരേണ്ടവരാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനതിൻ്റെ ഇടയിൽ കയറുന്നു? ഞാൻ അവർക്കൊരു ശല്യമായിട്ട് നിൽക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ അനി വിചാരിക്കുകയാണ്. അങ്ങനെ അനിയുടെ മനസ്സിൽ ഭയങ്കരമായ വിഷമമാണ് കേട്ടോ. അങ്ങനെ അനി പോകുന്നുണ്ട് അവിടെ നിന്ന്.
അതിനൊക്കെ ശേഷം നമ്മുടെ മാളവികയ്ക്ക് കുറച്ച് ഡിസൈനുകൾ കൂടി നയന ചെയ്തു കൊടുക്കുകയാണ്. നയന പറയുന്നുണ്ട്, നല്ല അടിപൊളി ഡിസൈനുകളാണ് മാളവികയെ, ഇതൊക്കെ കൊണ്ടങ്ങ് കൊടുത്ത് അവിടെ അങ്ങ് പിടിച്ചു നിൽക്ക്. ആ ഡേവിഡിൻ്റെ വിശ്വാസ്യത കൈവിടരുത്, അയാളുടെ ഉള്ളിലുള്ളത് മുഴുവൻ ഊറ്റിയെടുക്കണം എന്ന് പറയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, ശരിയാ, അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഏകദേശം അവിടം വരെ എത്തും മേഡം എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ദേ മാളവിക കളക്ഷൻസ് അങ്ങ് ഫേമസ് ആവുമ്പോഴേ നമ്മളെ ഒന്നും അങ്ങ് മറന്നേക്കരുത് കേട്ടോ, എൻ ജ്വല്ലറിയിലെ സ്ഥിര സ്റ്റാഫായിട്ട് അങ്ങോട്ട് കയറാമെന്ന് ഓർക്കുകയും വേണ്ട, ഇപ്പം തന്നെ അവർ നല്ല സാലറി തരുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുക. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അയ്യോ മേഡം അങ്ങനെയൊന്നും പറയില്ലേ, എനിക്കിപ്പം ഈ ജോലിക്ക് വരേണ്ട കാര്യമില്ല, എനിക്ക് വിദേശത്ത് തന്നെ നിന്നാൽ മതിയായിരുന്നു. തൽക്കാലത്തേക്ക് ഇവിടെ വന്ന സമയത്ത് സാർ എന്നോട് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പം സാറിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്തത്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും സാറിൻ്റെ കീഴിലും സാറിൻ്റെ അച്ഛൻ്റെ കീഴിലും ഒക്കെ വർക്ക് ചെയ്യുകയും ചെയ്തതാണ്. അതുകൊണ്ടുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതിന് കൂട്ടുനിന്നത്, അല്ലാതെ എനിക്ക് ജ്വല്ലറിയിലെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് വിദേശത്തേക്ക് പോകും, പിന്നെ ഇവിടെ ഒന്നിനും നിൽക്കാനും പോകുന്നില്ല മേഡം, അതുകൊണ്ട് എന്നെ വിശ്വസിക്കാമെന്ന് പറയാം. അപ്പം നയന് പറയാം, അയ്യോ മാളവികയെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. അവിടെ മാളവിക കളക്ഷൻസ് വളരെ അടിപൊളിയായിട്ട് ഒരുക്കുമ്പം നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, മൂർത്തീസ് ജ്വല്ലറിയിലും ഒരു നയനാസ് കളക്ഷൻസ് ഒരുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയിലും വിഷുവിന് നല്ല കുറേ കളക്ഷൻസ് വരണം, അത് ചിലപ്പോൾ മാളവിക കളക്ഷനേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ജ്വല്ലറി സെയിൽ കൊണ്ടുപോകണ്ട, അതിന് പകരമായിട്ട് അതിലും കുറച്ചുകൂടി നൽകിയ നല്ല കളക്ഷൻസ് മൂർത്തീസ് ജ്വല്ലറിയിൽ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുക. അപ്പം മാളവിക അറിയാം, ശരിയാ, ഇപ്പം അവർ ഓർത്തിരിക്കുന്നത് മേഡം അവിടെ ഒന്നും ചെയ്യില്ല എന്നാണ്. കാരണം അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ മേഡം ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നും നല്ല കളക്ഷനുകളൊന്നും നയനാസ് കളക്ഷനിൽ വരില്ലെന്നും ഒക്കെയാണ് ഡേവിഡിൻ്റെ വിചാരം എന്ന് പറയുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ഈ കളക്ഷനുകളും ഒക്കെ ആയിട്ട് മാളവിക ചെല്ലുകയാണ് കേട്ടോ ഡേവിഡിൻ്റെ അടുത്ത്. അങ്ങനെ ഡേവിഡിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഡേവിഡ് പറയാണ്, ആ മാളവിക എത്തിയോ, വരൂ ഇരിക്കൂ എന്ന് പറയുക. അപ്പോഴേക്കും മാളവിക ചോദിക്കുന്നുണ്ട്, സാറേ അന്ന് ഞാൻ കൊണ്ടുതന്ന ഡിസൈനുകളുടെ കാര്യമൊക്കെ എന്തായി, ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ കൊടുക്കണ്ടേന്ന് ചോദിക്കുക. അപ്പം ഡേവിഡ് പറയാണ്, ആ കളക്ഷനൊക്കെ അവർക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു, അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്, ഇനി ആ ഓർണമെൻറ്റ്സ് ഒക്കെ മേക്ക് ചെയ്താൽ മാത്രം മതി, ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് പറയുകയാണ് മാളവികയോട്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, ദേ സാറേ ഞാൻ കുറച്ച് കളക്ഷൻസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് അവരോട് ചെക്ക് ചെയ്യാൻ പറയണമെന്ന് പറയുക. അപ്പോൾ ഡേവിഡ് പറയാം, ശരി അതും കൂടി ചെക്ക് ചെയ്യാൻ ഞാൻ പറയാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേവിഡിന് ഒരു കോൾ വരികയാണ്. അപ്പോൾ ഡേവിഡ് വളരെ ഭവ്യതയോടു കൂടിയാണ് കേട്ടോ കോൾ എടുക്കുന്നത്. നാഗേന്ദ്രനാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ നാഗേന്ദ്ര ഡേവിഡിനോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഡേവിഡ് പറയുന്നുണ്ട് കേട്ടോ, ആ കുട്ടി ആ ഡിസൈനുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടി ഞാൻ വരുമ്പം കൊണ്ടുവരട്ടെ. അപ്പോൾ ഡേവിഡിനോട് നാഗേന്ദ്ര പറയാണ്, ശരി അതും കൂടി കൊണ്ടുവരൂ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മാളവിക കൊണ്ടുവന്ന ആ കളക്ഷന് കൂടി കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ ഡേവിഡ് നാഗേന്ദ്രയുടെ അടുത്തേക്ക്. ഇത് നമ്മുടെ മാളവിക കേക്കാണ്. അപ്പം മാളവികയ്ക്ക് മനസ്സിലാകാണ് ഈ ഡേവിഡ് ഇതിന് മുകളിലുള്ള ആളുടെ അടുത്തേക്ക് പോവുകയാണ് ഈ ഡിസൈനുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും കൂടി. അപ്പോൾ ആ സ്ഥലം നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുക. അങ്ങനെ ഡേവിഡ് മാളവികയോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാനതുകൊണ്ട് പോവാണ്, പിന്നീട് കാണാം മാളവിക എന്ന് പറഞ്ഞ് ഈ ഡിസൈനൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുക. അപ്പം തന്നെ പെട്ടെന്ന് മാളവിക ആദർശിനെ വിളിക്കുക. എന്നിട്ട് പറയുക, ആദർശ് സാറേ ദേ ആ ഡേവിഡ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, നേരെ പോകുന്നത് ഇതിന് മേളിലുള്ള ആ എക്സിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ആദർശ് പറയുക, ഇന്ന് അയാളെ ഫോളോ ചെയ്യും, എത്രയും പെട്ടെന്ന് മാളവിക അയാളെ ഫോളോ ചെയ്യും, ഈ എക്സ് എവിടെയാണെന്നുള്ളതെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ എന്ന് പറയുക. അപ്പോൾ ശരി സാറെന്ന് പറഞ്ഞ് ആ ഡേവിഡിൻ്റെ പുറകെ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ മാളവികയും പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓട്ടോറിക്ഷ ഡേവിഡിൻ്റെ കാറിൻ്റെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ ഡേവിഡ് അവിടെ ഒരു വലിയ ഹോട്ടലിൻ്റെ മുമ്പിലാണ് കേട്ടോ കാറ് നിർത്തുന്നത്. അതിനുശേഷം അങ്ങോട്ട് ഇറങ്ങി പോവാണ്. മാളവിക അവിടെ ചെന്ന് ഹോട്ടലിൻ്റെ മുമ്പിൽ ഇറങ്ങി ഡേവിഡിനെ ഫോളോ ചെയ്യാണ്. ഡേവിഡ് കാണാതെ പുറകെ പതുങ്ങിയാണ് കേട്ടോ മാളവിക പോകുന്നത്. അങ്ങനെ ഡേവിഡ് ഒരു റൂമിൽ ചെന്ന് ഡോറ് മുട്ടുകയാണ്. അപ്പോഴേക്കും വന്ന് നാഗേന്ദ്ര ഡോറ് തുറക്കുകയാണ്. ഡേവിഡ് അകത്ത് കയറുന്നുണ്ട്. അതേസമയം ഡോറ് പിന്നീട് അടയ്ക്കാൻ അവർ മറന്നു പോവാണ് കേട്ടോ. മാളവിക പതുങ്ങി ആ ഡോറിന് സൈഡിൽ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഡേവിഡും നാഗേന്ദ്രയും അവന്തികയും ഉണ്ട് കേട്ടോ. അവർ 3 പേരും കൂടി ഇങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാളവികാസ് കളക്ഷനെക്കുറിച്ചും മറ്റുമൊക്കെ അവർ പറയാണ്. മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കുന്നതിനെക്കുറിച്ചും പറയാണ് കേട്ടോ.
അപ്പോൾ പെട്ടെന്ന് തന്നെ നാഗേന്ദ്രയെ കാണുമ്പോൾ നമ്മുടെ മാളവികയ്ക്ക് ആളെ മനസ്സിലാവുന്നില്ല. അതേസമയം അവന്തികയെ കാണുമ്പോൾ മാളവികയ്ക്ക് മനസ്സിലാകാണ്. മാളവിക വിചാരിക്കാണ്, ഇത് അനന്തപുരിയിലെ കുട്ടിയല്ലേ, ആ ആദർശ് സാറിൻ്റെ സിസ്റ്റർ, പുള്ളിക്കാരി എന്താ ഇവിടെ, ഇവർ തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയെ ചതിക്കാൻ അനന്തപുരിയിലെ ആവന്തിക കൂടെ ഉണ്ടായിരുന്നോ? ഇവർ തമ്മിൽ എന്തായിരിക്കും ബന്ധം എന്നൊക്കെ വിചാരിച്ച് മാളവിക അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ് കേട്ടോ. ആ വീഡിയോസൊക്കെ അപ്പം തന്നെ ആദർശിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതേസമയം പുറത്തേക്ക് ഇറങ്ങുന്ന ആദർശിന് ഈ കാര്യങ്ങളെല്ലാം പറയാണ്. ആദർശാണെങ്കിൽ ആ വീഡിയോ കണ്ട് ഞെട്ടുകയാണ്. കാരണം ആ കൂട്ടത്തിലുള്ളത് അപ്പച്ചിയുടെ ഭർത്താവായ നാഗേന്ദ്രയാണ്. നാഗേന്ദ്ര മാത്രമല്ല, നാഗേന്ദ്രയുടെ കൂടെ പുത്രിയായ അവന്തികയും അനന്തപുരിയെ തകർക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് ചതിക്കുകയാണല്ലോ അവന്തിക എന്നറിയുമ്പം ഞെട്ടിപ്പോവാണ് ആദർശ്. ആ വീഡിയോസൊക്കെ നയനെ കാണിക്കുന്നുണ്ട്. നയനെ ഇതേ നോക്ക്, അവന്തിക കൂടി ഈ കൂടെയുണ്ട്, അവളുടെ അച്ഛൻ്റെ കൂടെ നിന്ന് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് അവളാണ് എന്ന് പറയാണ്. അങ്ങനെ നയനയും ആദർശും ഈ അവന്തികയും നാഗേന്ദ്രയും കണ്ട് ഞെട്ടുകയാണ്. അങ്ങനെ ജ്വല്ലറിക്ക് പുറകിലുള്ള എക്സിനെ നമ്മുടെ മാളവിക കണ്ടെത്തി കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്